ആറന്മുള വള്ളംകളി, നെഹ്റു ട്രോഫി വള്ളംകളി, ചമ്പക്കുളം വള്ളംകളി, വള്ളംകളികൾ ഏതുമാകട്ടെ, തുഴ നിർമ്മാണത്തിൽ കോട്ടയം പാറക്കുളത്തെ വേമ്പനാട് തുഴ നിർമ്മാണ കേന്ദ്രം വള്ളപ്പാടകലെ മുന്നിലാണ്. 1989 വേമ്പനാട് തുഴ നിർമ്മാണ കേന്ദ്രം ആരംഭിക്കുന്നത്. അന്നു മുതൽ കേരളത്തിലെ പ്രധാന വള്ളംകളി ടീമുകൾക്ക് വേണ്ടി തുഴ നിർമ്മിക്കുന്നത് ഇവിടെ നിന്നാണ്. 2024 നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട കാരിച്ചാൽ ചുണ്ടന് തുഴ നിർമ്മിച്ചു നൽകിയതും ഇവിടെ നിന്ന് തന്നെ. ഏറ്റവും കൂടുതൽ വള്ളത്തിന് നമ്മളാണ് തുഴ കൊടുത്തിരിക്കുന്നത്. അതായത് കാരിച്ചാൽ, UBC, BBC, വെള്ളംകുളങ്ങര, ഇങ്ങനെയുള്ള പല വള്ളങ്ങൾക്കും നമ്മളാണ് തുഴ കൊടുത്തിരിക്കുന്നത്. പിന്നെ അവർ പറയുന്ന വീതിക്കും നീളത്തിനാണ് നമ്മൾ കൈകാര്യം ചെയ്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ചൂണ്ടുപനയാണ് തുഴ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. വള്ളക്കാർ പറയുന്ന വലിപ്പത്തിലാണ് തുഴകൾ നിർമ്മിച്ചു നൽകുന്നത്. മങ്കൂസ് തുഴ, നട്ടാശ്ശേരി തുഴ, തോക്കുതുഴ എന്നിങ്ങനെ പല വിധത്തിലുള്ള തുഴകളുണ്ട്. മങ്കൂസ് തുഴയെന്ന് പറയും, അത് വീതി കൂടിയ തുഴയാണ്. അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ നട്ടാശ്ശേരിയുണ്ട്. പിന്നെ തുഴയ്ക്കെല്ലാം പല സ്ഥലത്തും പല പേരാ, തോക്കുതുഴ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നമുക്ക് സീസൺ സമയത്ത് വള്ളംകളിയുടെ തുഴ മാത്രമേ മങ്കൂസ് ഏറ്റവും കൂടുതൽ നമ്മൾ ഉണ്ടാക്കുന്നത്. പഴയ തുഴകളൊന്നും ഇപ്പോൾ ഇല്ല, വീതി കൂടുതലാണ് തുഴയ്ക്കെല്ലാം. നാളെ പുന്നമടയിലെ വെള്ളത്തിന് തീ പിടിപ്പിച്ചുകൊണ്ട് കരുനാഗങ്ങൾ പായുമ്പോൾ ചിറകായി പാറക്കുളത്തെ ഈ തുഴകളുമുണ്ടാകും. അഭിലാഷ് ചിറക്കടവിനൊപ്പം ഷിനോദസ്റ്റി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.